സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്യാം പ്രൊഫൈൽ റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ് നോക്കുന്നതായിരുന്നു. കമ്മിങ് ടു ദ ഫൈനൽ സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ അല്ലെങ്കിൽ മൊഡ്യൂൾ. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇതുവരെ ടിൽ നൗ വി വർ ഡിസ്കസിങ് ടോട്ടലി അബൌട്ട് ജനറൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ക്യാം ആൻഡ് ഫോളോവേഴ്സ്. ഈ ജനറൽ അറേഞ്ച്മെന്റിൽ കൂടുതലും ദ ന്യൂമറിക്കൽസ് ദാറ്റ് വി വർ ഡീലിംഗ് വിത്ത് വാസ് റിലേറ്റഡ് ടു ഡിസ്ക് അല്ലെങ്കിൽ റേഡിയൽ ക്യാംസ് ആണ്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഗോ ത്രൂ യുവർ ഫസ്റ്റ് ടോപ്പിക് ഇൻ യുവർ ക്യാം ആൻഡ് പ്രൊഫൈൽ ക്യാം ആൻഡ് ഫോളോവർ മൊഡ്യൂൾ. വി വെന്റ് ത്രൂ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്യാം അല്ലെ. അതിൽ ഡിസ്ക് അല്ലെങ്കിൽ റേഡിയൽ ക്യാം ആണ് നമ്മൾ ഇത്രയും ചെയ്തതിൽ ജനറൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അതെങ്ങനെ നമ്മൾ ഇത്രയും ദിവസം ക്യാം ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് വി ഡ്രൂ ദ ക്യാം പ്രൊഫൈൽസ്. സോ while drawing every cam profile, we started by drawing a base circle. And from the base circle, ഈ ക്യാം പ്രൊഫൈൽ എങ്ങനെയാണ് വരാറുള്ളത്? യൂഷ്വലി ഇപ്പൊ ഇതൊരു പോയിന്റ് പോയിട്ട് എടുത്താൽ ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇങ്ങനെ വന്ന് ഈ ജനറൽ രീതിയിലാണ് ക്യാം പ്രൊഫൈൽ വരക്കാറല്ലേ, ഇങ്ങനെ കിട്ടാറ്. സോ ഇൻ ടേൺ നമ്മളെ ക്യാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതാണ് ബേസിക്കലി നമ്മളെ ക്യാം എന്ന് പറഞ്ഞാൽ അല്ലെ. ഇവിടുന്ന് പോയി ഇതിലേക്ക് വന്നു. ഇതാണ് നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്ന ജനറൽ ഷേപ്പ് ഓഫ് ദ ക്യാം. ഇത് തന്നെയാണ് നമ്മൾ റേഡിയൽ ക്യാം അല്ലെ. നമ്മൾ ഒബ്റ്റൈൻ ചെയ്ത ഒട്ടുമിക്ക ക്യാം പ്രൊഫൈലുകൾ ഈ രീതിയിലാണ്. ഇതിനെ നമ്മൾ റേഡിയൽ അല്ലെങ്കിൽ ഡിസ്ക് ക്യാം എന്നാണ് വിളിക്കുക. വെരി ജനറൽ പർപ്പസ് ക്യാം ആണ് ഇത്. സോ നൗ when coming to the final section of this module, നമ്മൾ ഈ ഡിസ്ക് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് റേഡിയൽ ക്യാം മാറ്റിയിട്ട് we are going to discuss about some special type of cam contours. ഒന്ന് രണ്ട് ടിപ്പിക്കൽ ക്യാം കോണ്ടൂർസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കഷനിൽ ആദ്യം നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ടാൻജന്റ് ക്യാംസ്. ടാൻജന്റ് ക്യാംസ് ഇതെന്താണ്? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക് അല്ലെങ്കിൽ റേഡിയൽ ക്യാംസ് ആണ്. ആ ജനറൽ പർപ്പസ് ക്യാം, അതായത് ജനറൽ ആ ഡിസ്കഷനിൽ നമ്മൾ ഉപയോഗിച്ച ക്യാമുകൾ മാറ്റിയിട്ട് നൗ വി ഡീൽ വിത്ത് സം സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് കോണ്ടൂർസ് അല്ലെങ്കിൽ പ്രൊഫൈൽ, സ്പെസിഫൈഡ് പ്രൊഫൈലുകൾ ഷേപ്പുള്ള ക്യാമിന്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. അതിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ടാൻജന്റ് ക്യാം. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ടാൻജന്റ് ക്യാം. ടാൻജന്റ് ക്യാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സോ ആസ് യൂഷ്വൽ ക്യാം ആണ് അല്ലെങ്കിൽ ക്യാമിന്റെ ഷേപ്പ് പറയുമ്പോൾ വി ഹാവ് ടു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാരീസ് എ ബേസ് സർക്കിൾ. ഒരു ബേസ് സർക്കിൾ ആദ്യം ഐ ജസ്റ്റ് സിംപ്ലി ഡിസ്കസ് വാട്ട് ഈസ് എ ടാൻജന്റ് ക്യാം, എന്നിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. So imagine this to be our base circle. നമ്മളുടെ ബേസ് സർക്കിൾ ഇതാണ്. സാധാരണ ഒരു ബേസ് സർക്കിൾ. ജസ്റ്റ് ബേസ് സർക്കിൾ ആക്സിസ് വരയ്ക്കും. ഈ ഒരു ഷേപ്പിലാണ് ക്യാമിന്റെ പ്രൊഫൈൽ വരുന്നതെങ്കിൽ such cams can be considered as tangent cam. ടാൻജന്റ് ക്യാം എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് എന്ന് മാത്രമല്ല, അതിന് സ്പെസിഫിക് ആയിട്ട് ഡെഫിനേഷൻ വരുന്നുണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ് ദിസ് ബി യുവർ ബേസ് സർക്കിൾ.
നമ്മൾ ഇതുവരെ വരച്ച ക്യാം പ്രൊഫൈലുകൾ ഈ രീതിയിലല്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പ് പോയി ഇങ്ങനെ വന്നു ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ പ്രീവിയസ് ഡയഗ്രത്തിൽ കാണിച്ചത്, റേഡിയൽ അല്ലെങ്കിൽ ഡിസ്കാം എന്ന് പറഞ്ഞിട്ട്. See, let us look into this contour അല്ലെങ്കിൽ shape or profile of the cam carefully. Now, let this be your base circle. ഇത് നമ്മുടെ base circle ആണ്. Base circle ആണ്. Let this center be O. ഈ ബേസ് സർക്കിളിൽ നിന്ന് ക്യാമിന്റെ പ്രൊഫൈൽ ഇങ്ങനെ പോയി ഇവിടെ ഒരു അഗെയിൻ ഒരു കർവേച്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ കർവേച്ചറുമായി റെസ്പെക്ട് ചെയ്തിട്ട് ഐ ആം ഡ്രോയിങ് വൺ മോർ സർക്കിൾ അറ്റ് ദിസ് പൊസിഷൻ. So if this is base circle, this circle is known as the nose circle. ഇത് നമ്മൾ nose circle എന്ന് വിളിക്കും. Nose is a nose circle. Now, when I consider this base circle, let me plot one radius of this base circle. ഇവിടെ ഒരു radius plot ചെയ്യുന്നു. I am plotting another radius here also. If I consider two radiuses and I look at this portion of the cam profile, I can understand that this particular portion becomes perpendicular at this point of contact with the radius. രണ്ട് സെക്ഷനിലൂടെ പെർപെൻഡിക്കുലാരിറ്റി കാണിക്കും. In the similar manner, if I plot two radius of the nose circle, two radii of the nose circle, I can obtain that. I can also observe that this particular portion of the cam profile, when it touches this radius line, it becomes perpendicular here and perpendicular here. Now, starting point of the cam profile എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇതിങ്ങനെ പോകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താ? ഫോളോവർ ആയിട്ട് ടച്ച് ചെയ്യുന്ന പോർഷൻ അല്ലേ. ലെറ്റ് മീ കൺസിഡർ റേഡിയൽ ഫോളോവർ. ഞാനിവിടെ റേഡിയൽ ഫോളോവർ കൺസിഡർ ചെയ്യുന്നു. Considering a radial follower. അങ്ങനെയാണെങ്കിൽ സി ക്യാം പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ക്യാമിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നാണ്, ഫോളോവറിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. ഇവിടെ ഇതൊരു റേഡിയൽ ഫോളോവർ ആണെങ്കിൽ ആ ഫോളോവറിന്റെ ബാക്കി പോർഷൻ എങ്ങനെ ഉണ്ടാവും? റിമൈനിങ് പോർഷൻ ഇങ്ങനെ ഉണ്ടാവും. This will start reciprocation. Suppose if the cam is rotating, is having an anti-clockwise motion. ഈ ക്യാമിന് ആന്റി ക്ലോക്ക്വൈസ് മോഷൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ, അതായത് ഇവിടുന്ന് കറങ്ങി ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് കറങ്ങി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യാം? ഇത് ലോവസ്റ്റ് പൊസിഷൻ ഓഫ് ഫോളോവർ ആണ്. ഇത് നേരെ മേലേക്ക് പുഷ് ചെയ്യപ്പെടും അല്ലെ. മേലേക്ക് പുഷ് ചെയ്യപ്പെട്ട് ഈ പൊസിഷൻ ഇങ്ങനെ കറങ്ങി ഈടെ എത്തുമ്പോൾ മാക്സിമം ലിഫ്റ്റിലേക്ക് എത്തും. റിമൈനിങ് തിരിച്ചിങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പോർഷനെ ടച്ച് ചെയ്തിട്ടാണ് ക്യാം കൊണ്ട് തിരിച്ച് താഴേക്ക് വരുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് റെസിപ്രോക്കേറ്റിംഗ്. സോ ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഈ രീതിയിൽ പോയിട്ട് ഇഫ് യു ആർ ഒബ്റ്റൈനിങ് ദ പ്രൊഫൈൽ in such a manner that the point of contact or this region of the cam profile, when it comes and meets with this radius line, it becomes a normal, and same kind of perpendicularity is maintained with the radius line of the nose circle also. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? This portion becomes a tangent to the base circle as well as to the nose circle. അങ്ങനെ പറഞ്ഞൂടെ? കേൾക്കുന്നുണ്ട് എല്ലാവരും? Yes, sir. Okay. Yes, sir. So this portion of the cam profile becomes tangential to the base circle as well as the nose circle. ഈ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്ന ക്യാമിനെയാണ് വാട്ട് വി കോൾ ആസ് ടാൻജന്റ് ക്യാം. സോ ടാൻജന്റ് ക്യാമിലെ ടാൻജൻസി എന്താണെന്ന് മനസ്സിലായല്ലോ? A particular portion of this cam profile or cam becomes tangent to the base circle as well as the nose circle. ഈ പർട്ടിക്കുലർ പോർഷനെ പറയുന്ന പേരാണ് ഫ്ലാങ്ക് ഓഫ് ദ ക്യാം. ഈ പോർഷൻ, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പോർഷൻ, ദിസ് മച്ച് പോർഷൻ, ഇത് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാങ്ക്. ഈ പോർഷൻ സിമിലർ ആണ്. സോ ദിസ് ഈസ് നോൺ ആസ് ഫ്ലാങ്ക്, ഫ്ലാങ്ക് ഓഫ് ദ ക്യാം. സോ ഒരു ടാൻജന്റ് ക്യാം എന്ന് പറഞ്ഞാൽ എന്താ? When the flanks, the flank എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, അതായത് flanks becomes tangential to the base circle as well as the nose circle. Such
കോണ്ടൂർസ് അല്ലെങ്കിൽ സച്ച് കോണ്ടൂർ ക്യാംസ് ആർ നോൺ ആസ് ടാൻജന്റ് ക്യാം. സോ ഈ സ്പെസിഫിക് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ടാൻജന്റ് ക്യാം? വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ടാൻജന്റ് ക്യാം വിത്ത് റോൾ ഓഫ് ഫോളോവർ. നമ്മുടെ സിലബസിലുള്ള ഒരു സ്പെസിഫൈഡ് കോണ്ടൂർ ടേം ഇതാണ് ടാൻജന്റ് ക്യാം. ടാൻജന്റ് ക്യാം ഓപ്പറേറ്റിംഗ് റോൾ ഓഫ് ഫോളോ, ഇതാണ് ഒരു ടോപ്പിക്കുകൾ. ഓക്കെ, സോ ഈ ടാൻജന്റ് ക്യാം ഓപ്പറേറ്റിംഗ് റോൾ ഓഫ് ഫോളോ എന്നുള്ള ടോപ്പിക്കിന് രണ്ട് സെക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫ്ലാങ്ക് റീജിയൻ, രണ്ടാമത്തെ നോസ് റീജിയൻ. When the follower touches or passes through the flank region as well as when the follower passes through the nose region. ഈ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് ബേസിക്കലി എ ന്യൂമറിക്കൽ സെക്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സപ്ലിമെന്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തന്നായിരുന്നു. അതിൽ ക്യാം പ്രൊഫൈൽ വരക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരുന്നു അല്ലെ, നൈഫ് എഡ്ജ് ഫോളോവറിന്റെ. അതിന്റെ കൂടെ തന്നെ അതേ സെക്ഷനിൽ ഉണ്ടായ മറ്റൊരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഈ ടാൻജന്റ് ക്യാം വിത്ത് റോൾ ഓഫ് ഫോളോവറിന്റെ ന്യൂമറിക്കൽ. ഓക്കെ, സോ ഇതിൽ കൂടുതലും ന്യൂമറിക്കൽസ് ആണ് ചോദിച്ചില്ല, ഡയറക്റ്റ് ന്യൂമറിക്കൽസ് ആണ്. അതായത് വെലോസിറ്റീസ് ആക്സലറേഷൻസ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ന്യൂമറിക്കൽസ് ആണ്. ഇഫ് യു നോ ദ ഡെറിവേഷൻ യു ക്യാൻ ഡയറക്ട്ലി അറ്റംപ്റ്റ് ദ ന്യൂമറിക്കൽ. കാരണം എല്ലാ ഇക്വേഷൻസും യു വിൽ ഒബ്റ്റെയിൻ ഫ്രം ദ ഡെറിവേഷൻ ഇറ്റ്സെൽഫ്. സിമ്പിൾ ടോപ്പിക് ആണ്, കൺഫ്യൂസിംഗ് ഒന്നല്ല, സിമ്പിൾ ടോപ്പിക്. ഡയറക്റ്റ് വെലോസിറ്റി ആക്സലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള സിമ്പിൾ ടോപ്പിക് ആണ്. സോ ഡെറിവേഷൻ നല്ല കൃത്യമായി ശ്രദ്ധിക്കുക, നന്നായി മനസ്സിലാക്കി ചെയ്യുക. കാരണം അതിലെ ഇക്വേഷൻസ് ആണ് ന്യൂമറിക്കൽ ചെയ്യാൻ നെസസറി ആയിട്ടുള്ളത്. സോ ഈ രണ്ട് സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഇന്റർപ്രറ്റ് ഹൗ ദ ടാൻജന്റ് ക്യാം, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ദ geometry and different equations related to velocity and accelerations for a tangent cam that operates a roller form. Okay, ഇതാണ് ടോപ്പിക്. സോ ടോപ്പിക്കിന്റെ ബേസിക് എന്നാൽ ഒരു ടാൻജന്റ് ക്യാമിലെ ജനറൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ടേംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ടാൻജന്റ് ക്യാം റിലേറ്റ് നമുക്ക് അറിയേണ്ട ടേംസ് എന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത്. V circle ഉണ്ട് and the tangent cam will have a no circle also. Now the tangent എന്ന നെയിം nomenclature എങ്ങനെ വരുന്നത്? When the flank region of the cam becomes tangential to the base circle as well as the nose circle, such a cam is known as a tangent cam. ഇനി നമ്മൾ ക്യാം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ക്യാം പ്രൊഫൈൽ ഒക്കെ വരയ്ക്കുന്നത് എന്താ? ബേസിക്കലി ഇറ്റ്സ് എ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ അനാലിസിസ് മെത്തേഡ് ആണ് ഫോർ ഡിസൈനിങ് ഓഫ് ക്യാംസ്. സിമിലർലി ഈ ഒരു അനാലിസിസിലും നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ബേസിക് അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ വി അസ്യൂം ദ ക്യാം ടു ബി സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആൻഡ് അസ്യൂം ദ ഫോളോവർ ടു ബി റൊട്ടേറ്റിംഗ് ഓർ റോളിംഗ് ഓവർ ദ ക്യാം. ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ടെർമിനോളജീസ് let us start by denoting certain alphabets to certain quantities അല്ലെങ്കിൽ nomenclature related to this topic. ഈ റേഡിയസിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു. What is R1? Radius of base circle. ഇവിടെ റോളർ ഉണ്ട് അല്ലെ, ഈ റോളറിന്റെ റേഡിയസിനെ ഞാൻ R2 എന്ന് വിളിക്കുന്നു. സോ R1 എന്താണ്? റേഡിയസ് ഓഫ് ബേസ് സർക്കിൾ. What is R2? Radius of roller. And one more circle we have specified here, which is the nose circle, and let the radius of that one be R3. So what is R1? Radius of base circle. What is R2? Radius of roller. Next R3 എന്താണ്? റേഡിയസ് ഓഫ് നോസ് സർക്കിൾ. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. R1, R2, R3 എന്നുള്ള ഓർത്ത് വെക്കുക. Now assume, see, if suppose this cam is having, cam എന്താണ്? ബേസിക്കലി റൊട്ടേറ്ററി മോഷൻ ആണ്, ഫോളോവറിന്റെ റെസിപ്രോക്കേറ്ററി മോഷൻ ആണ്. ബട്ട് ഫോർ ദി അനാലിസിസ് പർപ്പസ് നമ്മൾ ക്യാമിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. We assume the follower to be rotating or rolling over the cam. Now suppose if imagine this is having an anti-clockwise rotatory motion. ഒരു ആന്റി-ക്ലോക്ക്വൈസ് റൊട്ടേറ്ററി മോഷൻ ആണെങ്കിൽ ക്യാം ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്, സോറി ഫോളോവർ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. ഇവിടുന്ന് മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യാം, ഫോളോവർ ഇവിടെയുണ്ട്, ക്യാം ഇവിടെയുണ്ട്. ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ക്യാമിന്റെ കോണ്ടാക്ട് വരുന്നത് ഈ പോർഷനിലാണ്. ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യും, ഇതിവിടെ മാറുന്നത് ഇതിങ്ങനെ മേലെ പോകുമ്പോൾ ഈ പോർഷനാണ് കോണ്ടാക്ട് വരിക. ഈ പോർഷൻ കോണ്ടാക്ടിൽ വന്ന് അവസാനം ഇത് എവിടെ എത്തും?
ഇത് ഈ ഒരു പൊസിഷനിൽ അല്ലെ, അതായത് ഫ്ലാങ്ക് റീജിയനിലെ കോണ്ടാക്ട് ലൂസ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഈ റീജിയനിൽ എത്തുന്ന സമയത്ത് ഇവിടം വരെ എന്താണ്, the cam is having contact with the flank region. ഈ ഫ്ലാങ്ക് റീജിയൻ കഴിഞ്ഞാൽ പിന്നെ ഇത് കോണ്ടാക്ട് ചെയ്യുന്നത് എവിടെയാണ്, നോസിലാണ്. ഫോളോവർ ഈസ് കോണ്ടാക്ടിങ് ദ നോസ് റീജിയൻ. നോസ് റീജിയനിലാണ് പിന്നീടുള്ള കോണ്ടാക്ട് വരിക അല്ലെ. സി ഇമാജിൻ, നമ്മൾ അനാലിസിസിൽ എന്താ ചെയ്യുന്നത്, ഫോളോവർ ഇങ്ങനെ പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. ബട്ട് ആക്ച്വൽ കേസിൽ എന്താ, ഫോളോവർ കൂടി ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതൊന്ന് റിവേഴ്സ് രീതിയിൽ ഒന്ന് ചിന്തിക്കുക. കാരണം ഇവിടുന്ന് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യും, ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമിന്റെ ഈ പോർഷനാണ് റോളറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. സോ അൾട്ടിമേറ്റ്ലി നോസ് റീജിയനിലെത്തും. നോസ് റീജിയനിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഫ്ലാങ്ക് കഴിയുമ്പോൾ ഇതിന്റെ മാക്സിമം ലിഫ്റ്റിലെത്തും, പിന്നെ നോസ് റീജിയനിലെത്തും. പിന്നെ അത് വീണ്ടും ക്യാം ഇങ്ങോട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഈ പോർഷനിലൂടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ വരും. സോ ദിസ് മച്ച് പോർഷൻ ആക്ച്വലി എന്താ, ഡ്വെല്ലാണ്. ജനറലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ, ഒരു റൈസിന് ശേഷം പിന്നെ ഒരു ഡ്വെല്ല്, പിന്നെ തിരിച്ചൊരു ഡിസെന്റ് താഴേക്കുള്ള വരുത്ത്, പിന്നെ ഒരു ഡ്വെല്ലാണ്. ബട്ട് ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോണ്ടൂർ ക്യാംസ് പഠിക്കുന്ന സമയത്ത് വി ജസ്റ്റ് ഇഗ്നോർ ദ ഫസ്റ്റ് ഡ്വെല്ല്. ഫസ്റ്റ് ഡ്വെല്ല് സംഭവിക്കുന്നില്ല എന്നൊരു അസംഷൻ അങ്ങ് എടുക്കുന്നു. അതായത് ഈ പോർഷൻ, ഈ നോസ് റീജിയൻ ഈ പോർഷനും ക്യാം ഈസ് ഇൻ മൂവ്മെന്റ്, ക്യാം ഈസ് സ്റ്റിൽ പെർട്ടൈനിങ് മോഷൻ എന്നുള്ള അസംഷൻ എടുക്കുന്നു. ദാറ്റ് മീൻസ് until from the beginning of the lift and until the flank region overlaps, ഇതിന് ഒരു രീതിയിലുള്ള മോഷനാണ്, ഫോളോവറിന് ഒരു രീതിയിലുള്ള മോഷനാണ് നേരോട്ട് വരുന്നത്. ബട്ട് when the flank region is over and the follower starts contacting the nose region, the same lift assumes a different region. ഒരു ഡിഫറെന്റ് പ്രോസ്പെക്റ്റീവിലാണ് ഫോളോവറിന്റെ മൂവ്മെന്റ് വരും അല്ലെ. കാരണം ഇതുവരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആസ് ദിസ് ഫ്ലാങ്ക് റീജിയൻ ഈസ് ടാൻജൻഷ്യൽ ടു ബേസ് സർക്കിൾ ആസ് വെൽ ആസ് നോസ് സർക്കിൾ, ഈ ഫ്ലാങ്ക് റീജിയൻ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഈ സ്ട്രെയിറ്റ് ലൈനിലെ കോണ്ടാക്ടും പിന്നെ നോസ് എന്ന റീജിയനിലെ കേർവ്ഡ് കോണ്ടാക്ടും ഇതിലുണ്ടാക്കുന്ന മോഷൻ രണ്ട് ഡിഫറെന്റ് രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ കോണ്ടൂർസ് ക്യാം എന്ന് പറയുന്നത് അല്ലെ. കാരണം മറ്റേ റേഡിയൽ ക്യാമിൽ എന്താ, മൊത്തത്തിൽ കർവായിരുന്നു. നമ്മളെ പണ്ട് നേരത്തെ വരച്ച ക്യാം പ്രൊഫൈലൊക്കെ ടോട്ടലി കർവാണ്, കേർവിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നു. ബട്ട് ഈ ടാൻജന്റ് ക്യാമിന്റെ കേസിൽ നിന്ന് വരുന്നത് ഫ്ലാങ്ക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ. സോ സ്ട്രെയിറ്റ് ലൈനിലൂടെ കോൺടാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നോസ് റീജിയനിലാണ് കർവ് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത്? ഓക്കെ. സോ now actually this when we observe it in real time, the action എന്ന് പറഞ്ഞാൽ ഫോളോവർ ലിഫ്റ്റ് ചെയ്യുന്നതും തിരിച്ച് താഴേക്ക് വരുന്നതും when it comes in contact with this much region of the cam ആണ് അല്ലെ. ഇവിടുന്ന് ഇവിടത്തേക്ക് ലിഫ്റ്റും അവിടുന്ന് ഇവിടത്തേക്ക് ഡിസെന്റും ആണ്. ഈ പോർഷൻ ക്യാമറ ഫോളോവറിനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഇത് മേലേക്ക് പോകുന്നു, തിരിച്ച് ഈ പോർഷൻ ആണ് ഫോളോവറിനെ ടച്ച് ചെയ്തെങ്കിൽ താഴേക്ക് വരുന്നു. അതാണ് സംഭവിക്കുന്നത് അല്ലെ, ഇത്രയും പോർഷൻ. സോ ഇതാണ് ആക്ച്വലി ആക്ഷൻ നടക്കുന്ന ഒരു റീജിയൻ ഓഫ് ദ ക്യാം എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ ആംഗിൾ, അതായത് ഈ പൊസിഷനിൽ ഇത്രയും വരെയുള്ള ഈ ആംഗിൾ നമ്മൾ, അതായത് സോറി, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ആണ് അല്ലെ. ഈ ഫ്ലാങ്ക് റീജിയൻ രണ്ട് ഭാഗത്തേക്ക് രണ്ട് സർക്കിളിലും ടാൻജൻഷ്യലും കൂടിയാണ്. ദാറ്റ് മീൻസ് ബേസിക്കലി ഇഫ് യു ഒബ്സർവ് കെയർഫുള്ളി, ഇത് ഒരു സിമെട്രി, ഇതൊരു സിമെട്രി, സിമെട്രിക്കൽ പോർഷൻ. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന രണ്ടും, അതായത് ലിഫ്റ്റിങ്ങും താഴേക്ക് വരുന്നത് രണ്ടും സിമെട്രിക്കൽ ആയിട്ട് വരുന്നത്. സോ ലെറ്റ് us denote this angle. ഇവിടുന്ന് ഇവിടത്തേക്ക് സംഭവിക്കുന്ന ലിഫ്റ്റ് ആണ്. ആ ലിഫ്റ്റിന് അല്ലെങ്കിൽ ആൽഫ എന്ന ആംഗിൾ ഓഫ് അസെന്റ് എന്ന് പറയും. ഓക്കെ. സോ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇതും എന്താണ്, ഈ ആംഗിളും ആൽഫ തന്നെയാണ്. ഇത് ആൽഫ, ഇത് ആൽഫ, രണ്ടും കൂടി 2 ആൽഫ. സോ 2 ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ എന്താണ്, ആംഗിൾ ഓഫ് ആക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ആക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൽഫ? സെമി ആംഗിൾ ഓഫ് ആക്ഷൻ ആണ്. ഈ ആൽഫ എന്നുള്ള ടേമിന് നമുക്ക് ഒന്നും കൂടി പറയാം, സെമി ആംഗിൾ ഓഫ് ആക്ഷൻ ഓർ ആംഗിൾ ഓഫ് അസെന്റ് എന്ന് പറയാം അല്ലെ. ഇതേ ആംഗിൾ ഓഫ് അസെന്റ് നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഓഫ് ഡിസെന്റ് എന്നും പറയാം. ഈ എഴുതിയ എല്ലാ ടെർമിനോളജീസും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഏത് രീതിയിലും ക്വസ്റ്റ്യനിൽ ഈ സെന്റൻസസ് വരാം.
സോ ഇഫ് ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ആക്ഷൻ ആണ് തന്നിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൽഫ. ബട്ട് സെമി ആംഗിൾ ഓഫ് ആക്ഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആൽഫയാണ്. അല്ലെങ്കിൽ സെമി ആംഗിൾ ഓഫ് ആക്ഷന് പകരം ആ ടെർമിനോളജി ആംഗിൾ ഓഫ് അസെന്റ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിസെന്റ് എന്നാണ്. ഇറ്റ് ഈസ് അഗെയിൻ ആൽഫ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? So ഈ ടെർമിനോളജീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് 2 ആൽഫ? 2 ആൽഫ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ വെറും ആംഗിൾ ഓഫ് ആക്ഷൻ ആണ്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ആക്ഷൻ? ഫോളോവർ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നതും തിരിച്ച് ഡിസെൻഡ് ചെയ്യപ്പെടുന്നതും ഏത് റീജിയനിലാണ് കോൺടാക്ട് വരുന്നത് ക്യാമിന്റെ അത്രയും റീജിയനിൽ മേക്ക് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ, അതായത് ലിഫ്റ്റിംഗ് ആൻഡ് താഴേക്ക് വരുന്ന ഡിസെൻഡിങ്, ഈ രണ്ട് ആക്ഷൻ സംഭവിക്കുന്ന ടോട്ടൽ ആംഗിളിലാണ് 2 ആൽഫ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹാഫ് ഓഫ് ദാറ്റ് ആക്ഷൻ, സെമി ആംഗിൾ ഓഫ് ആക്ഷൻ ബിക്കംസ് ആൽഫ. ഈ സെമി ആംഗിൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇവിടുന്ന് ഇതിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, ദാറ്റ് ഈസ് ആൽഫ. തിരിച്ച് ബാക്കി പോർഷനിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ വീണ്ടും ഒരു ആൽഫയാണ്. സോ ഇത് സെമി ആംഗിൾ ഓഫ് ആക്ഷൻ. ഈ സെമി ആംഗിൾ ഓഫ് ആക്ഷൻ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ എന്തായിട്ടും പറയാം, one more terminology or in one more way we can express alpha as angle of ascent or angle of descent. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോക്കി നോക്കണം ഓർ മനസ്സിലാക്കണം. ഏതാണ് ക്വസ്റ്റ്യനിൽ തരുന്ന സെന്റൻസിനനുസരിച്ച് വാട്ട് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈ പൊസിഷന് ഈ പൊസിഷൻ ഇതാണ് ആക്ച്വലി നമ്മളെ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ അല്ലെ, അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ്, അതായത് ഫസ്റ്റ് ഇനീഷ്യേഷൻ ഓഫ് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ആ സമയത്ത് നമ്മുടെ ഫോളോവർ ഉള്ളത് ഇവിടെയാണ് അല്ലെ, അല്ലെങ്കിൽ റോളർ ഫോളോവർ ആയതുകൊണ്ട് സെന്റർ ഓഫ് ദ ഫോളോവർ ഇവിടെയാണ്. മാക്സിമം ലിഫ്റ്റ് ഇത് എത്ര വരെ ലിഫ്റ്റ് ചെയ്യപ്പെടും എന്നറിയണ്ടെങ്കിൽ ആ മാക്സിമം പൊസിഷൻ എവിടെയാണ്? when the follower reaches this end of the flank. ഫ്ലാങ്കിന്റെ ഈ എൻഡിലെത്തുമാണ് മാക്സിമം. ഇത് ഇവിടെയാണുള്ളത്, ഇതിപ്പോ ഇങ്ങനെ കോൺടാക്റ്റിലാണ്, ഇവിടെ ഈ കർവ് തന്നെയാണ്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റീജിയൻ ഇങ്ങനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് ഇത് ഇങ്ങോട്ടേക്ക് പോവാം. പോയി ഇത് ഈ നോസ് റീജിയൻ ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ ഫ്ലാങ്ക് റീജിയന്റെ ഈ അറ്റം വരെയാണെങ്കിൽ മാക്സിമം ഇങ്ങോട്ടേക്ക് തള്ളപ്പെടും അല്ലെ. ദാറ്റ് മീൻസ് the motion starts when the roller is at this position. That means ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് മാക്സിമം റീച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇഫ് ഐ ജോയിൻ ലൈൻ സെഗ്മെന്റ് ഹിയർ, ഈ ഡിസ്റ്റൻസ് ആണ് മാക്സിമം എത്തുന്നത് അല്ലെ. സെന്ററിന്റെ ആദ്യത്തെ ഇനീഷ്യൽ പൊസിഷൻ ഓയിൽ നിന്ന് ഇവിടെയാണ്. ഇത് മാക്സിമം ലിഫ്റ്റിൽ എത്തുമ്പോൾ സെന്റർ എവിടെയായി? ഓയിൽ നിന്ന് ഇവിടെ എത്തി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ ആ മാക്സിമം ലിഫ്റ്റിലേക്ക് എത്തുന്ന ആംഗിൾ ഞാനിവിടെ ഫൈ ആയിട്ട് എടുക്കുന്നു. ദിസ് ആംഗിൾ ബി ഫൈ. സോ ഫോളോവറിന്റെ മാക്സിമം ലിഫ്റ്റ് occurs from the starting of contact at the initial position of the flank up to the end position of the flank. Flank തീരുന്ന end region. Or the maximum lift of the follower occurs within an angle of phi. Angle phi എന്ന് പറഞ്ഞാൽ എന്താ? The roller follower when in contact with flank. ഈ flank region ടോട്ടൽ കോൺടാക്ട് ചെയ്യുന്ന റീജിയൻ ആംഗിളിനാണ് നമ്മൾ phi എന്ന് പറയുന്നത് അല്ലെ. ഇവിടുന്ന് തിരിച്ച് ഇവിടത്തേക്ക് പോകുമ്പോൾ എന്താ? മോഷന്റെ നേച്ചർ മാറി. കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ഓഫ് ദ നോസ് റീജിയൻ കർവേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതുവരെ സ്ട്രേറ്റ് ലൈൻ കർവേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റിലെ ഈ ആംഗിൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ θ1 എന്ന് പറയും. ഈ ഇന്റർമീഡിയറ്റ് ആംഗിൾ ഞാൻ θ1 എന്ന് പറയും. വാട്ട് ഈസ് θ1? θ1 is the angle that corresponds to the nose region. Roller contact with the nose region. Nose regionിലേക്ക് roller contact ചെയ്യുമ്പോൾ ആംഗിൾ ആണ് θ1. Hence നമുക്ക് എന്ത് എഴുതാം? I can write down alpha can be expressed as the sum of phi plus θ1. ഈ രീതിയിൽ എഴുതാം. ഈ കേസിൽ വാട്ട് ഈസ് phi? Phi is the angle or inclination related to the follower when in contact with the flank region. ഫ്ലാങ്കിൽ കോണ്ടാക്ട് വരുമ്പോൾ മാക്സിമം ആംഗിൾ ആണ് phi. What is theta? θ1 എന്ന് പറഞ്ഞാൽ എന്താ? When the follower loses contact with the flank and enters in contact with the nose region. So nose regionിലെ roller follower ആയിട്ട് കോണ്ടാക്ട് എക്സ്പ്രസ് ചെയ്യുന്നത് θ1 എന്ന ആംഗിളിലാണ്. ബട്ട് ബൈ ഫ്ലാങ്ക് റീജിയനിലെ മാക്സിമം കോണ്ടാക്ട് വരുന്നത് phi എന്ന ഇൻക്ലിനേഷനിലാണ്.
ഈ ഒരു ഇക്വേഷനും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും രീതിയിൽ തരാം, ഫൈയോ തീറ്റ വണ്ണോ. സി ഇഫ് യു റെഫർ ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്സ്, കൺസെപ്റ്റ് സെയിം ആണ്, ബട്ട് ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് റെഫറൻസ് ടെക്സ്റ്റ് വായിച്ചു നോക്കിയാലും യു കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. കാരണം ചിലതിൽ ഇത് തീറ്റ ആയിരിക്കും, ഇത് ഫൈ ആയിരിക്കും, ചിലതിൽ ഇത് ബീറ്റ ആയിരിക്കും, ഇത് ഗാമ ആയിരിക്കും. ആ രീതിയിൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. ഈ ആംഗിൾ എന്താണ്, ഈ ആംഗിൾ എന്താണെന്നുള്ള the content is same, but the alphabets used or the notations used might be different. So ഇതാണ് ഫൈ, ഇത് തീറ്റ വൺ ആണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടി നമുക്ക് വേണ്ടി ഡിഫൈൻ ചെയ്യാം. ബേസ് സർക്കിൾ, ഫ്ലാങ്ക്, നോ സർക്കിൾ, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടി, നമുക്ക് ഈ നൊട്ടേഷൻസും ഈ ഡെഫിനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഈ ഒരു ഡിസ്റ്റൻസും കൂടി ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ബേസ് സർക്കിൾ ആൻഡ് നോ സർക്കിൾ അല്ല, ഈ സെന്ററിൽ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിന് പല രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇതിന് സ്മോൾ ലെറ്റർ ആറായിട്ട് വെക്കും, ആറോ എല്ലോ ഏത് രീതിയിലും നോട്ട് ചെയ്യുക. So what is this distance? This is the distance between center of base circle and center of no circle. Clear ആണോ? Yes sir. Yes sir. ഇത്ര എക്സ്പ്രസ് ചെയ്ത് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നൊട്ടേഷൻസ് ഒന്ന് ഇതൊന്ന് ഇപ്പൊ മനസ്സിലാക്കുക. നിങ്ങൾ ഏത് റെഫറൻസ് ടെക്സ്റ്റ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയാണെങ്കിൽ ഇത് ബേസിക് നൊട്ടേഷൻസും ഇതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട സിമ്പിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് റിയലി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഇതിന്റെ അനാലിസിസ് ചെയ്യണം. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ടു കാൽക്കുലേറ്റ് ദി വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻസ് വൈൽ ദ ടാൻജന്റ് ക്യാം ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ റോളർ ഫോളോവർ. ഈ അനാലിസിസ്, വെലോസിറ്റി ആക്സിലറേഷൻ അനാലിസിസിനെയാണ് നമ്മൾ രണ്ട് റീജിയൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. വൺ, when the roller follower is in contact with the flank region. Second, when the roller follower is in contact with the nose region. So ആദ്യം നമുക്ക് ഫസ്റ്റ് സിനാരിയോ എടുക്കാം. റോളർ ഫോളോവർ ഇൻ കോൺടാക്ട് വിത്ത് ഫ്ലാങ്ക് region. ഞാൻ വെറുതെ ഫ്ലാങ്ക് എന്ന് എഴുതുന്നു. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, when the roller follower is in contact with the flank region. അതാണ് ഞാൻ ഇവിടെ ഡെപിക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഫ്ലാങ്ക് എന്ന ഹെഡിങ് കൊടുത്തേ ഉള്ളൂ. Clear? Okay sir. Okay. So കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്ററിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുന്നു. കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലാങ്ക് റീജിയനിലൂടെ ഇത് പോകുന്നുണ്ട്. സോ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ ഒരു പൊസിഷൻ വരയ്ക്കുന്നത്. ഇതൊരു ഇന്റർമീഡിയറ്റ് പൊസിഷൻ ആയിരിക്കാം. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങോട്ട് എത്തുന്നു. സോ ഈ ഇന്റർമീഡിയറ്റ് പൊസിഷനിലുള്ള സെന്ററിന് സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സി, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. ആൻഡ് ഫൈനലി ഈ ഫ്ലാങ്ക് റീജിയൻ എൻഡ് ചെയ്യുന്നിടത്ത സെന്റർ ഞാൻ ഡി എന്ന് ഡിനോമിനേറ്റ് ചെയ്യും. സോ ഇതാണ് സ്റ്റാർട്ടിങ്. സ്റ്റാർട്ടിങ്ങിലെ ലിഫ്റ്റ് സെന്റർ, ഫോളോവർ സെന്റർ ഇവിടെയാണ്. ഫ്ലാങ്ക് റീജിയൻ കഴിഞ്ഞ് മാക്സിമം ലിഫ്റ്റ് എത്തുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് ഇതാണ് അല്ലെ. സോ ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ സ്റ്റാർട്ട്സ് ഫ്രം ഒ ബി. മാക്സിമത്തിൽ എത്തുന്നത് ഒഡിയിലാണ്. മാക്സിമത്തിൽ ഒഡിയിലാണ്. സോ ഇൻ ജനറൽ നമുക്ക് ഈ ലിഫ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇഫ് യു കാൽക്കുലേറ്റ് ഓർ ഫോർമുലേറ്റ് an equation deriving that with respect to time derivative ആയിട്ട് we can find out velocity, then further time derivative of velocity will give you what? Acceleration. So initially our aim is to depict a formulation for displacement of the അല്ലെങ്കിൽ lift of the follower. So follower lift begins at when the center is at B. OB എന്ന് പറഞ്ഞ പൊസിഷൻ ആണ് follower lift സ്റ്റാർട്ട് ചെയ്യുക. Follower reaches its maximum lift അല്ലെങ്കിൽ maximum displacement occurs at center OD. Intermediate ആയിട്ടൊരു സാധനമാണ് OC. So OC യിൽ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ ആ ഇക്വേഷന് വേണ്ടി ഞാൻ ഒരു ആംഗിൾ കൂടി മാർക്ക് ചെയ്യുന്നത്. ഐ എം ഗോയിങ് ടു ജോയിൻ OC വിത്ത് ദിസ് സെന്റർ. ഈ സെന്ററുമായിട്ട് ഞാൻ OC നെ ജോയിൻ ചെയ്യുന്നു. ഈ OC ന്റെ ഈ ആംഗിളിനെ ഞാൻ
തീറ്റ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ആംഗിൾസ് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്കിൽ അതും ഇതും ഈ നൊട്ടേഷൻസ് മാറ്റായിരിക്കും, പക്ഷെ എങ്കിൽ കണ്ടന്റ് സെയിം ആണ്. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ when the roller is in motion and is at a position of C. ഈ സി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഉള്ള സമയത്തുള്ള ആംഗിൾ ആണ് തീറ്റ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ജനറൽ ഡിസ്പ്ലേസ്മെന്റിന് എക്സ് ആയിട്ട് എടുത്താൽ ഈ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ ക്യാൻ ഐ റൈറ്റ് എക്സ്? എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് OC മൈനസ് OB. എഴുതിക്കൂടെ? സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഇത് ഇവിടെയാണ്. സോ OC മൈനസ് OB ആയിരിക്കണ്ടേ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലിസ്റ്റ് അല്ലേ? ഇവിടെ ഇതൊരു റേഡിയസ് ആണ്, ഐ മീൻ റോൾ ഓഫ് ഫോളോ അല്ലേ? അപ്പൊ ഈ സെന്റേഴ്സിലെല്ലാം കൂടി ഞാൻ ഇങ്ങനെ ഒരു കർവ് വരച്ചാല്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു കർവ്, ഈ സെന്റേഴ്സിനെ കാണിക്കുന്ന ഒരു ലോക്കസ് ഓഫ് പോയിന്റ് ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്താൽ ഒബ്റ്റെയിൻ ചെയ്താൽ ആക്ച്വലി ബേസിക്കലി എന്താണ്? പിച്ച് കർവ് ആണല്ലേ? പിച്ച് കർവ് അല്ലെങ്കിൽ സോറി പ്രൈം സർക്കിൾ ആണ്. പ്രൈം ഇതിൽ സർക്കിൾ അല്ല, ഇതിൽ കർവായിട്ടായിരുന്നു. Now if I consider triangle OBC, ട്രയാങ്കിൾ OBC എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഇതേ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ല, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എനിക്ക് കോസ് തീറ്റ എങ്ങനെ എഴുതാം? ഹൗ കാൻ ഐ എക്സ്പ്രസ് കോസ് തീറ്റ? adjacent side divided by hypotenuse അല്ലേ? OB by OC എന്ന് എഴുതാലോ. Now what is OC? OB by cos theta അല്ലേ? Now substitute this term for OC in the first displacement equation. So x can be written as what? OB by cos theta minus OB. I am taking OB outside. So OB into 1 minus cos theta minus 1. ഇങ്ങനെയല്ലേ വരുമോ അല്ലേ? Okay. Now what is OB? OB എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. OB is nothing but what? R1 plus R2 അല്ലേ? Multiplied by 1 by cos theta minus 1. So displacement the general equation ഒക്കെ എടുക്കട്ടെ. What is the general equation for displacement? X is equal to R1 plus R2 multiplied by 1 by cos theta minus 1. Clear ആണോ പറഞ്ഞത്? Yes sir. ഒന്ന് വൃത്തിക്ക് നോക്ക്, കാരണം ഞാൻ ഈ ഫിഗർ ഇനിയിപ്പം മാറ്റി. ഇനി അങ്ങോട്ട്, അതായത് ഇഫ് യു ഒബ്റ്റെയിൻ എ ജനറൽ ഫോർമുലേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്, പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇനി ആക്സിലറേഷനും വേറെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഈ ഫിഗറിന്റെ ആവശ്യമില്ല. വി സിംപ്ലി നീഡ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, കാരണം ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് നന്നായിട്ട് നോക്കിയാ? ഇതെല്ലാരും നോക്കിയാ? Yes sir. Yes sir. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? Yes sir. ഇക്വേഷൻ മാത്രം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് x is equal to R1 plus R2 multiplied by 1 by cos theta
മൈനസ് 1. ഇതാണ് ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്. If this is equation for displacement, velocity എന്തായിരിക്കും? What will be velocity? എന്തായിരിക്കും velocity പറ? dx by dt. Velocity v can be expressed as dx by dt. പക്ഷെങ്കിൽ x എന്താണ്? x എല്ലാം in terms of theta ആണ് അല്ലേ? തീറ്റയുടെ ടേംസിൽ x ഉള്ളത്. There is no time constant with respect to x. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് എഴുതും? പാർഷ്യൽ ഡിഫറൻസിയേഷൻ എഴുതും. dx by d theta multiplied by d theta by dt. ഇങ്ങനെ എഴുതി നമുക്ക് അല്ലേ? What is d theta by dt? Theta എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ടൈം ഡെറിവേറ്റീവ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? What is this value? Nothing but omega. Omega അല്ലേ ഇത്? അല്ലേ? Yes, sir. So in turn, velocity v is equal to what? Omega into dx by d theta. അല്ലേ? Omega into dx by d theta. എങ്ങനെ എഴുതാൻ പറ്റും? Omega into d by d theta of എന്താണ് ഇവിടെ ടേം? 1 by cos theta minus 1. അല്ലേ? ഇതിനൊന്നും കൂടി മാറ്റി എഴുതാം. d by d theta. ഞാൻ LCM എടുത്തിട്ട് 1 by cos theta minus 1. ഇതിന്റെ LCM cos theta ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? 1 minus cos theta അല്ലേ? അല്ലേ? ഇതിന്റെ ഡിഫറൻഷിയേഷൻ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? സോറി, ഇവിടെ ഇതുണ്ട് R1 plus R2 ഉണ്ട്, അത് ഞാൻ മറന്നു. ഈ R1 plus R2 നേരത്തെ ഇങ്ങോട്ട് എഴുതിയിട്ടല്ലേ? ഒമേഗ ഇൻറ്റു R1 plus R2. ഇത് കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ? d by d theta ഓഫ് എന്ത് എഴുതുന്നത്? 1 minus cos theta divided by cos theta അല്ലേ? പ്രൊഡക്റ്റ് റൂൾ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ? കോഷ്യന്റ് റൂൾ അല്ല. കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? പറ, ടെൽ മീ. u dash v minus v dash u by ഞാൻ ഈ മേലത്തെ ഭാഗം റബ് ചെയ്യുന്നേ. റബ് ചെയ്യട്ടെ? മുകളിലത്തെ ഭാഗം yes, sir. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ടൈം ഡിഫറൻഷ്യൽ എടുക്കുക? ഇതിന്റെ ഫസ്റ്റ് ടേം ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ? ഒമേഗ ഇൻറ്റു R1 plus R2 will remain as such. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? ഫസ്റ്റ് എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇങ്ങനെയല്ലേ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതല്ലേ ക്വസ്റ്റ്യൻ റൂൾ അല്ലേ? Yes, sir. Okay, so first term denominator cos theta multiplied by differential of numerator എന്താണ്? 1 minus cos theta. 1 എന്ന് പറഞ്ഞാൽ 0. cos theta ന്റെ എന്താണ്? cos theta ന്റെ ഡെറിവേറ്റീവ് എന്താ? Minus and theta. Minus already ഉണ്ട്. So plus sin theta. ഇനിയോ മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1 minus cos theta ആണ് അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താ? cos theta ആണ്. cos theta ആണ് ഡിനോമിനേറ്റർ അല്ലേ? അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ sin theta അല്ലേ? ഡിനോമിനേറ്റർ സോറി ഡിവൈഡഡ് ബൈ വാട്ട്? സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ ആണ്. cos theta അല്ലേ? ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഒമേഗ ഇൻറ്റു R1 plus R2. ഇവിടെ എന്ത് വരും? cos theta sin theta പ്ലസ് ഇവിടെ എന്ത് വരും? sin theta മൈനസ് cos theta sin theta അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ cos സ്ക്വയർ theta ആണ്. ഈ ടേമും ക്യാൻസൽ ആവും. ക്യാൻസൽ ആവൂലേ? ക്യാൻസൽ ആവൂലേ? sir.
So velocity is remaining as omega into r1 plus r2. Sir, time I. ശരി നിർത്തുന്നു. Sin theta divided by cos square theta. This is the final equation for velocity. Velocity final equation ആണ്. വെലോസിറ്റിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ്. വെലോസിറ്റിനെ എഴുതിയാൽ വെലോസിറ്റിക്ക് രണ്ട് അഡീഷണൽ ടേം കൂടി എഴുതും. വെലോസിറ്റിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, വെലോസിറ്റിക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ടാവും അല്ലെ. വെലോസിറ്റിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? തീറ്റയാണ് ഇതിൽ കൊടുത്ത ഇക്വേഷൻ അല്ലെ. വെലോസിറ്റിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? തീറ്റ ഫൈയിലേക്ക് എത്തുമ്പല്ലേ, ഫൈയല്ലേ മാക്സിമം ലിഫ്റ്റ് കിട്ടുന്നത് അല്ലെ. ഫൈ എന്ന ആ ഫിഗർ ഒന്ന് ആലോചിക്കുക, ആ ഫിഗറിൽ ഫൈയിലേക്ക് എത്തുമ്പോൾ മാക്സിമം ലിഫ്റ്റ് കിട്ടുന്നത്. അതായത് വെലോസിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്നുള്ളത് മുഴുവൻ മാറ്റി നമ്മൾ ഫൈ എന്ന ആംഗിളിലേക്ക് എഴുതിയാൽ അത് മാക്സിമം വെലോസിറ്റി സൈൻ ഫൈ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഫൈ മാക്സിമം വെലോസിറ്റി. ബട്ട് വെലോസിറ്റി മിനിമം എത്രയാണ്? വെലോസിറ്റി മിനിമം എത്ര കിട്ടുക? വെലോസിറ്റി മാക്സിമം അറ്റ് തീറ്റ ഈക്വൽ ടു ഫൈ ആണ്. വെലോസിറ്റി മിനിമം എത്ര? അറ്റ് തീറ്റ ഈക്വൽ ടു 0 അല്ലേ? അല്ലേ? തീറ്റ 0 ഔട്ട് എന്താണ്? ഇത് തീറ്റ 0 ആവൂലേ? അല്ലേ? ഇതാണ് വെലോസിറ്റി മാക്സിമം, വെലോസിറ്റി മിനിമം. സോ ഒരു മിനിറ്റ് പോലെ ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. ആക്സലറേഷന്റെ ഇക്വേഷൻ നമുക്ക് ഇന്ന് ഒരു പീരീഡ് കൂടി. സോ